വെൽക്കം ടു PSC ബിഗിനേഴ്സ് ഹെൽപ്പ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലസാഗോ ബേസ്ഡ് പ്രോബ്ലംസ് ആണ്. സ്കൂൾ കാലത്ത് പഠിച്ചിട്ടുള്ള എന്നാൽ ചിലർക്കിപ്പോൾ വെറും ഒരു കേട്ടുകേൾവിയായി മാത്രം നിലനിൽക്കുന്ന ഒരു ടോപ്പിക്. നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, റെഡി? 10, 15, 20 എന്നിവയുടെ ലസാഗു കാണുക. 10, 15, 20 എന്നിവയുടെ ലസാഗു കാണുക. നമുക്ക് ആദ്യം ഈ നമ്പേഴ്സ് ഇവിടെ എഴുതാം. 10, 15, 20 അല്ലേ? ഈ 3 നമ്പേഴ്സും പോകുന്ന ഒരു നമ്പർ കണ്ടെത്തുക. അതെന്താ? 5 അല്ലേ? 3 പോകില്ല, കാരണം 3 20-ൽ കറക്റ്റായിട്ട് പോകില്ല. അതുകൊണ്ട് പിന്നെ 5 ആണ് കറക്റ്റായിട്ട് പോകുന്നത് 10-ലും 15-ലും 20-ലും. അതുകൊണ്ട് 5 എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ 10-ൽ എത്ര 5 ഉണ്ട് നോക്കാം. ആദ്യത്തെ നമ്പർ 10 ആണല്ലോ. 10 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 2 ആണ്. ഇനി അടുത്തത് 15-ൽ നോക്കാം. 15 ഡിവൈഡഡ് ബൈ 5 3 ആണ്. അടുത്ത നമ്പർ 20 ആണല്ലോ. 20 ഡിവൈഡഡ് ബൈ 5 4 അല്ലേ? ഇനി അടുത്തത് 2 എടുക്കാം. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 2 1. 3 ഡിവൈഡഡ് ബൈ 2 കറക്റ്റായിട്ട് പോവില്ല. അതുകൊണ്ട് ഈ 3യെ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ വെക്കാം. ഓക്കെ, ഇനി 4 ഡിവൈഡഡ് ബൈ 2 2 കിട്ടും. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി പുറത്തുള്ള നമ്പേഴ്സെല്ലാം ഇവിടെ എഴുതാം. ഫസ്റ്റ് 5 ആണുള്ളത്. 5 ഇൻറ്റു അടുത്തത് 2 ആണ്. 2 ഇൻറ്റു അടുത്തത് 1 എഴുതണമെന്നില്ല, എന്നാലും എഴുതിക്കോ. ഓക്കെ, അടുത്തത് 3 ആണ്. 3 ഇൻറ്റു അടുത്തത് 2. ഇത് ചെയ്താൽ നമുക്ക് 60 കിട്ടും. അങ്ങനെ ഈ നമ്പേഴ്സിൻ്റെ ലസാഗു കണ്ടെത്തി 60. ക്വസ്റ്റ്യൻ 7, 5, 3 ഇവയുടെ ലസാഗു കാണുക. 7, 5, 3 ഇവയുടെ ലസാഗു കാണുക. ലസാഗു അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് LCM. ഇവിടെ 7, 5, 3 ഈ 3 നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. അതുകൊണ്ട് സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളാണെങ്കിൽ, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ലസാഗു കാണാൻ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 7, 5, 3 ഈ 3 നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ലസാഗു കാണാൻ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 ഇൻറ്റു 5 ഇൻറ്റു 3. 7 ഇൻറ്റു 5 35. 35 ഇൻറ്റു 3 എത്ര കിട്ടും? 105. അങ്ങനെ ആൻസർ കിട്ടി 105. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9, 10, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 9, 10, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇവയുടെ ലസാഗു ആയിരിക്കും. ഓക്കെ, ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇവയുടെ ലസാഗു ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ലസാഗു ആണ്. നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. ആദ്യം 9 എഴുതാ, 10 എഴുതാ, 15 എഴുതാ. ഓക്കെ, ഇനി 3 എടുക്കാം നമുക്ക്. 9 ഡിവൈഡഡ് ബൈ 3 ആണ്. 10 ഡിവൈഡഡ് ബൈ 3 കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ആ 10ന് അതുപോലെ തന്നെ എഴുതാം. അടുത്തത് 15 ഡിവൈഡഡ് ബൈ 3 5 ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് 5 എടുക്കാം. 3 ഡിവൈഡഡ് ബൈ 5 കറക്റ്റ് പോവില്ല. അതുകൊണ്ട് ആ 3യെ നമുക്ക് അതുപോലെ തന്നെ വെക്കാം. 10 ഡിവൈഡഡ് ബൈ 5 2 ആണ്. അടുത്തത് 5 ഡിവൈഡഡ് ബൈ 5 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് പുറത്തുള്ളതൊക്കെ അങ്ങ് എഴുതാം. 3 ആണ് ആദ്യം. 3 ഇൻറ്റു അടുത്തത് 5 ആണ്. 5 ഇൻറ്റു 3 ആണ്. 3 ഇൻറ്റു 2 ആണ്. 2 ഈ 1 എഴുതണമെന്നില്ല. അപ്പോൾ നമുക്ക് 90 കിട്ടും. ഓക്കെ, അങ്ങനെ ലസാഗു നമ്മൾ കണ്ടെത്തി. 90 ആണ് ഇതിൻ്റെ ലസാഗു. അപ്പോൾ ഇതിൻ്റെ ആൻസറും 90 ആണ്. കാരണം ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ലസാഗു തന്നെയാണ്. ഇവിടെ നമ്മൾ ലസാഗു കണ്ടെത്തി 90. അതുകൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ 90 ആണ്. ക്വസ്റ്റ്യൻ
8, 10, 12 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 8, 10, 12 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? LCMനെ, ലസാഗുയെ ആണ് നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് കാണുമ്പോൾ ഓർക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലസാഗു കണ്ടെത്തണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ശിഷ്ടം 3 വരെയും വേണം അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക എന്നതാണ്. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താ? ലസാഗു കണ്ടെത്തിയാൽ മതി അല്ലേ? പക്ഷേ ഈ ശിഷ്ടം 3 വരാൻ എന്ത് ചെയ്യണം? ഈ ലസാഗുവിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറായി. എന്ത് ചെയ്യണം? നമ്മൾ ലസാഗു കണ്ടെത്തണം. എന്നിട്ട് ആ ലസാഗുവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 3 അങ്ങ് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ എന്തായി? ആൻസറായി. 3 ശിഷ്ടവുമായി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലസാഗു കണ്ടെത്താം. 8, 10, 12 ഇവയിൽ പോകുന്നത് 2 ആണല്ലോ. ആദ്യം 8 ഡിവൈഡഡ് ബൈ 2 4 ആണ്. അടുത്തത് 10 ഡിവൈഡഡ് ബൈ 2 5. അടുത്തത് 12 ഡിവൈഡഡ് ബൈ 2 6. അടുത്തത് 2ൽ തന്നെ ചെയ്യാം. 4 ഡിവൈഡഡ് ബൈ 2 2 ആണ്. 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് 5 തന്നെ വെക്കുക. 6 ഡിവൈഡഡ് ബൈ 2 3 ആണ്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി LCM കാണാം. 2 ഇൻറ്റു എങ്ങനെയാണ് കാണുക? പുറത്തുള്ള നമ്പേഴ്സ് എല്ലാം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 ഇൻറ്റു അടുത്തതും 2 ആണ്. 2 ഇൻറ്റു 5 ഇൻറ്റു 3. ഇത് ചെയ്താൽ നമുക്ക് 120 കിട്ടും. ഓക്കെ, ആൻസർ ആയില്ല. നമുക്ക് ഈ 120ൻ്റെ കൂടെ ശിഷ്ടം 3 കിട്ടണം അല്ലേ? അപ്പോൾ 3 കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ലസാഗുവിൻ്റെ കൂടെ 3 ചേർക്കണം, എങ്കിൽ മാത്രമേ ആൻസർ ആവൂ. ലസാഗു നമുക്ക് 120 കിട്ടിയത്. 120ൻ്റെ കൂടെ 3 ചേർക്കുക, അപ്പോൾ 123 ലഭിക്കും. അങ്ങനെ ആൻസർ കിട്ടി 123. ക്വസ്റ്റ്യൻ: 8, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 6, 8, 10 എന്നീ സംഖ്യകൾ ശിഷ്ടമായി വരുന്ന സംഖ്യ ഏത്? 8, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 6, 8, 10 എന്നീ സംഖ്യകൾ ശിഷ്ടമായി വരുന്ന സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഈസിയാണ്. ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിൽ തന്ന നമ്പേഴ്സ് ഒന്ന് സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, 8, 10, 12 പിന്നെ തന്നത് എന്താണ്? 6, 8, 10 അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണം. ഓക്കെ, ഇവിടെ 8ന് നേരെ താഴെ 6 ആണ്, 10ന് നേരെ താഴെ 8 ആണ്, 12ന് നേരെ താഴെ 10 ആണ് അല്ലേ? അപ്പോൾ 8ൽ നിന്നും 2 മൈനസ് ചെയ്തതാണ് 6. അതുപോലെ തന്നെ 10ൽ നിന്നും 2 മൈനസ് ചെയ്തതാണ് 8. അതുപോലെ തന്നെ 12ൽ നിന്ന് 2 മൈനസ് ചെയ്തതാണ് 10. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 2 ആണ്, -2 ആണ് ഇവിടെ ബന്ധമുള്ളത് അല്ലേ? അതായത് 8, 10, 12 എന്നീ സംഖ്യകളിൽ നിന്നും 2 വീതം കുറച്ച സംഖ്യകളാണ് 6, 8, 10 എന്നിവ. അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യകളുടെ ലസാഗു ആദ്യം നമ്മൾ കണക്കാക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 8, 10, 12 എന്നീ സംഖ്യകളുടെ ലസാഗു കണക്കാക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ആ ലസാഗുവിൽ നിന്നും 2 കുറച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ ആവും. മനസ്സിലായോ? ഇവിടെ 8, 10, 12 അടുത്തത് 6, 8, 10 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം -2 ആണ് അല്ലേ? -2 ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ലസാഗു കാണും, എന്നിട്ട് ആ ലസാഗു -2 ചെയ്യുക. നോക്കാം. ആദ്യം നമുക്ക് ലസാഗു കണ്ടെത്താം. 8, 10, 12 എഴുതാം. നമുക്ക് 2 എടുക്കാം അല്ലേ? ആദ്യം 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക 4. അടുത്തത് 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക 5. അടുത്തത് 12 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക 6.
ഇനിയും 2 ചെയ്യാം. 4 ഡിവൈഡഡ് ബൈ 2 2 ആണ്. 5 ഡിവൈഡഡ് ബൈ 2 കറക്റ്റ് കിട്ടില്ല, അതുകൊണ്ട് ആ 5നെ അതുപോലെ തന്നെ എഴുതാം. അടുത്തത് 6 ഡിവൈഡഡ് ബൈ 2 3 എഴുതാം. ഓക്കെ, ഇനി ലസാഗു എങ്ങനെ കണ്ടെത്താം? പുറത്തുള്ള നമ്പേഴ്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. പുറത്ത് 2 ഉണ്ട്, ലസാഗു ആണ് കേട്ടോ. ലസാഗു ആദ്യം 2 എഴുതാം, ഇൻറ്റു അടുത്തത് 2 ആണ്. 2 ഇൻറ്റു 2 തന്നെ, 2 ഇൻറ്റു 5 5 ഇൻറ്റു അടുത്തത് 3 ചെയ്യാം. ഇതിൻ്റെ ആൻസർ 120 കിട്ടും. നമ്മുടെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലസാഗു -2 ചെയ്യണം. ലസാഗു 120 ആണ്. ലസാഗു നമുക്ക് 120 കിട്ടി. അങ്ങനെ ആൻസർ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 120യിൽ നിന്നും 2 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 118 കിട്ടും. അങ്ങനെ സംഖ്യ കിട്ടി 118. ക്വസ്റ്റ്യൻ: ഒരു സ്റ്റേജിലെ മഞ്ഞ ബൾബുകൾ 6 മിനിറ്റ് കൂടുമ്പോഴും ചുവപ്പ് ബൾബുകൾ 20 മിനിറ്റ് കൂടുമ്പോഴും പച്ച ബൾബുകൾ 15 മിനിറ്റ് കൂടുമ്പോഴും തെളിയുന്നു എങ്കിൽ ഇവ മൂന്നും ഒരുമിച്ച് തെളിയുന്നത് എത്ര മിനിറ്റ് കൂടുമ്പോഴാണ്? ഒരു സ്റ്റേജിലെ മഞ്ഞ ബൾബുകൾ 6 മിനിറ്റ് കൂടുമ്പോഴും ചുവപ്പ് ബൾബുകൾ 20 മിനിറ്റ് കൂടുമ്പോഴും പച്ച ബൾബുകൾ 15 മിനിറ്റ് കൂടുമ്പോഴും തെളിയുന്നു എങ്കിൽ ഇവ മൂന്നും ഒരുമിച്ച് തെളിയുന്നത് എത്ര മിനിറ്റ് കൂടുമ്പോഴാണ്? അപ്പോൾ ഒരുമിച്ച് കത്തുക, ഒരുമിച്ച് മണിയടിക്കുക, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ആൻസർ ലസാഗു ആയിരിക്കും. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ ലസാഗു കണ്ടെത്തിയാൽ ഇതിൻ്റെ ആൻസറായി. അതായത് ഈ 6ഉം പിന്നെ അടുത്തത് എന്താ 20ഉം പിന്നെ 15 അല്ലേ, 15 ഇവയുടെ ലസാഗു കണ്ടെത്തുക. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ വരിക. നമുക്ക് നോക്കാം. ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 ആണല്ലോ. 6 ഡിവൈഡഡ് ബൈ 2 3 കിട്ടും. 20 ഡിവൈഡഡ് ബൈ 2 10 കിട്ടും. 15 ഡിവൈഡഡ് ബൈ 2 കറക്റ്റ് പോവില്ല, അതുകൊണ്ട് ആ 15 അങ്ങനെ തന്നെ എഴുതാം. അടുത്തത് 5 ആക്കാം. 3 ഡിവൈഡഡ് ബൈ 5 കറക്റ്റ് ഇല്ല, അതുകൊണ്ട് 3 അങ്ങനെ തന്നെ എഴുതി. അടുത്തത് 10 ഡിവൈഡഡ് ബൈ 5 2 ആണ്. 15 ഡിവൈഡഡ് ബൈ 5 3 ആണ്. അടുത്തത് ഇതിനെ 3 കൊണ്ട് ചെയ്യാം. 3 ഡിവൈഡഡ് ബൈ 3 1. 2 ഡിവൈഡഡ് ബൈ 3 ഇല്ല, അതുകൊണ്ട് 2 അങ്ങനെ തന്നെ എഴുതി. 3 ഡിവൈഡഡ് ബൈ 3 1. ഇനി നമുക്ക് ഇതിൻ്റെ കോമൺ, അതായത് പുറത്തുള്ള നമ്പേഴ്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ലസാഗു ഈക്വൽസ് 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1. ആൻസർ 60 കിട്ടും. 60 എന്താണ്? മിനിറ്റാണ്. കാരണം ഇവിടെ എല്ലാം പറയുന്നത് മിനിറ്റിലാണ്, അതുകൊണ്ട് ഈ ആൻസറും മിനിറ്റിലായിരിക്കും. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 അവറാണ് അല്ലേ, 1 മണിക്കൂറാണ് ഈ 60 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഒരുമിച്ച് തെളിയുന്നത് എത്ര മിനിറ്റ് കൂടുമ്പോഴാണ്? 60 മിനിറ്റ് കൂടുമ്പോഴായിരിക്കും. അതായത് 1 മണിക്കൂർ ഇടവിട്ടിട്ടായിരിക്കും ഇവ 3 ബൾബുകളും, ഈ 3 ബൾബുകളും ഒരുമിച്ച് തെളിയുന്നത് 1 മണിക്കൂർ ഇടവിട്ടായിരിക്കും. ഓക്കെ, അതായത് 60 മിനിറ്റ് കൂടുമ്പോഴായിരിക്കും. ക്വസ്റ്റ്യൻ: അപ്പോൾ 3 ടൈം പീസുകളിൽ അലാറം സെറ്റ് ചെയ്തു. ഒന്നാമത്തേത് 5 മിനിറ്റ് കൂടുമ്പോഴും, രണ്ടാമത്തേതിൽ 7 മിനിറ്റ് കൂടുമ്പോഴും, മൂന്നാമത്തേതിൽ 18 മിനിറ്റ് കൂടുമ്പോഴും അലാറം മുഴങ്ങും. രാവിലെ 8 മണിക്ക് ഇവ മൂന്നും ഒരുമിച്ച് അലാറം മുഴക്കിയാൽ ഇനി എത്ര മണിക്കായിരിക്കും അലാറം മുഴങ്ങുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ 3 ടൈം പീസുകളിൽ അലാറം സെറ്റ് ചെയ്തു. ഒന്നാമത്തേത് 5 മിനിറ്റ് കൂടുമ്പോഴും, രണ്ടാമത്തേതിൽ 7 മിനിറ്റ് കൂടുമ്പോഴും, മൂന്നാമത്തേതിൽ 10 മിനിറ്റ് കൂടുമ്പോഴും അലാറം മുഴങ്ങും. രാവിലെ 8 മണിക്ക് ഇവ മൂന്നും ഒരുമിച്ച് അലാറം മുഴക്കിയാൽ ഇനി എത്ര മണിക്കായിരിക്കും അലാറം മുഴങ്ങുന്നത്? ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ ക്ലൂ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇവ മൂന്നും ഒരുമിച്ച് മുഴക്കിയാൽ, ഒരുമിച്ച് അലാറം മുഴക്കുക, ഒരുമിച്ച് കത്തുക, ഒരുമിച്ച് തെളിയുക, അതിൻ്റെ എല്ലാം ആൻസർ എന്താണ്? ലസാഗു ആണ് അല്ലേ?
നമ്മൾ പഠിച്ചു ഒരുമിച്ച് കത്താൻ, ഒരുമിച്ച് തെളിയാൻ, ഒരുമിച്ച് അടിക്കാൻ, ഒരുമിച്ച് മണിയടിക്കുക, എല്ലാത്തിൻ്റെയും ആൻസർ ലസാഗു ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ലസാഗു ആണ്. അപ്പോൾ ലസാഗു കണ്ടെത്താം. ആദ്യത്തേത് 5 അല്ലേ, 5 എഴുതാം. അടുത്തത് എന്താണ്? 7, പിന്നെ 10 അല്ലേ, 10. അപ്പോൾ ഇതിൻ്റെ ലസാഗു കാണണം. 5 എടുക്കാം. 5 ഡിവൈഡഡ് ബൈ 5 1. 7 ഡിവൈഡഡ് ബൈ 5 കറക്റ്റ് കിട്ടില്ല, അതുകൊണ്ട് 7 അങ്ങനെ തന്നെ എഴുതാം. ഇനി 10 ഡിവൈഡഡ് ബൈ 5 2 ആണ്. അപ്പോൾ ലസാഗു എന്താ? ലസാഗു 5 × 1 × 7 × 2 70. അപ്പോൾ 70 എന്താണ്? മിനിറ്റാണ് അല്ലേ. അപ്പം 70 മിനിറ്റാണ്. ഇനി നമുക്കത് മണിക്കൂറിലാക്കിയാൽ എങ്ങനെ കിട്ടും? 70 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറും 10 മിനിറ്റും ആണ് അല്ലേ. 1 മണിക്കൂറും 10 മിനിറ്റും ആണ് ഈ 70 മിനിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 8 മണിക്ക് ഒരു അലാറം അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എത്ര മണിക്കാണെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ 8 മണിയുടെ കൂടെ 1 മണിക്കൂർ 10 മിനിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര മണിയാവും? 9 മണി 10 മിനിറ്റ് ആകും അല്ലേ. അപ്പോൾ അടുത്ത അലാറം അടിയുക. എത്ര മണിക്കായിരിക്കും? 9 മണി 10 മിനിറ്റിലായിരിക്കും അടുത്ത അലാറം മുഴങ്ങുന്നത്. Question: Find the LCM of 2 raised to 3 into 3 into 5 raised to 2 into 7 into 2 raised to 4 into 3 raised to 2 into 5 into 7 raised to 2 into 2 raised to 2 into 3 raised to 5 into 5 into 7 raised to 2 into 2 into 3 raised to 3 into 5 raised to 4 into 11. ഇതിൻ്റെ എൽ സി എം കാണാനാണ്. കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ, കൺഫ്യൂഷൻ ആവും. പക്ഷേ എൽ സി എം കാണാൻ ഈസിയാണ്. എൽ സി എം കാണാൻ ഈ പ്രൈം ഫാക്ടേഴ്സ്, ഈ ഹയസ്റ്റ് പവറുള്ള പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടാവില്ല ഇവിടെ, അത് തമ്മിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2ഉം 3ഉം 5ഉം 7ഉം 11ഉം എല്ലാം പ്രൈം നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 2ൻ്റെ കേസ് എടുക്കാം. ഓക്കെ, ഇവിടെ 2 raised to 3 ഉണ്ട്, പിന്നെ ഉള്ളത് 2 raised to 4 ഉണ്ട്, 2 raised to 2 ഉണ്ട്. 2 raised to 4 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 2 മാത്രമാണ്. സോറി, ഇവിടെ 2 മാത്രമേ ഉള്ളൂ. 2 raised to 2 അല്ല, ഇവിടെ വെറും 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 raised to 3, 2 raised to 4, 2 raised to 1 അല്ലേ. പവർ കൂടുതലുള്ളത് ഏതാണ്? 2 raised to 4 അല്ലേ. അപ്പോൾ 2 raised to 4 മാത്രം എടുക്കാം. ഓക്കെ, 2 raised to 4. ഇനി അടുത്തത് 3ൻ്റെ കേസ് നോക്കാം. ആദ്യത്തേതിൽ 3 raised to 1 ആണുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ 3 raised to 2 ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ കേസിൽ 3 raised to 3 ഉണ്ട്. ഏതാണ് പവർ കൂടുതലുള്ളത്? മൂന്നാമത്തെ കേസായ 3 raised to 3 തന്നെയാണ് പവർ കൂടുതലുള്ളത്. ഇൻറ്റു അടുത്തത് 5ൻ്റെ കേസ് നോക്കാം. ആദ്യത്തെ കേസിൽ 5 raised to 2 ആണ്, പിന്നെ ഉള്ളത് 5 raised to 1 ആണ്, അടുത്തത് 5 raised to 4 ആണ്. അപ്പോൾ 5 raised to 4 തന്നെയാണ് പവർ കൂടുതലുള്ളത്, അത് എഴുതാം. ഓക്കെ, ഇനി 7ൻ്റെ കേസ്. ആദ്യത്തെ കേസിൽ 7 raised to 1 ആണ്, അടുത്തത് 7 raised to 2 ആണ് അല്ലേ. അപ്പോൾ 7 raised to 2 ആണ് പവർ കൂടുതലുള്ളത്. ഇൻറ്റു പിന്നെ 11 ആകെ ഒറ്റൊന്നേ ഉള്ളൂ, ആ 11 ഒന്ന് എഴുതാം. ഇനി ഇവ തമ്മിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് LCM ലഭിക്കും. ക്വസ്റ്റ്യൻ: Find the LCM of 0.25, 0.1 and 0.125. ഇതിൻ്റെ LCM കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പോയിൻ്റൊക്കെ അങ്ങ് മാറ്റണം. ഓക്കെ, നമ്പേഴ്സാക്കി മാറ്റണം, എങ്കിൽ മാത്രമേ LCM കാണാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഇത് തന്നിട്ടുള്ളത് എഴുതാം. 0.25, 0.1, 0.125. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ഡിജിറ്റ് കളയണമെങ്കിൽ 3 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 0 വരണമെങ്കിൽ അവിടെ ആര് വരണം? 1000 വരണം അല്ലേ. അതായത് ഈ ഡിജിറ്റ്, ഈ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ 3 ഡിജിറ്റും അങ്ങ്
പോവണമെങ്കിൽ, ഈ ഡെസിമൽ പോയിൻ്റ് പോകണമെങ്കിൽ ഈ 3 ഡിജിറ്റിന് പകരം 3 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വെറും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 3 0ൻ്റെ അപ്പുറത്ത് ഒരു 1 കൂടി ചേർത്ത് 1000 ആക്കാം. അതായത് ഈ 0.125നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 0 പോയിൻ്റ് മാറ്റിയിട്ട് 125 125 ആക്കാം അല്ലേ, ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം നമ്പേഴ്സാക്കി മാറ്റാം. 0.25നെ ഇൻറ്റു, അപ്പോൾ ഇവിടെ നമ്മൾ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സിലും 1000 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെയും 1000 ഉപയോഗിക്കുക. അതുപോലെ തന്നെ 0.1 ഇൻറ്റു 1000 ഉപയോഗിക്കുക. ഇവിടെയും 0.125 ഇൻറ്റു 1000 ഉപയോഗിക്കുക. ഓക്കെ, ആദ്യത്തേത് 0.25 ഇൻറ്റു 1000 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 250 കിട്ടും. അടുത്തത് 100 കിട്ടും. അടുത്തത് 125 കിട്ടും. ഇനി ഇതിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 0.25 ഇൻറ്റു 1000. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 0.25നെ അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ഈ 5 കഴിഞ്ഞാൽ കുറച്ച് 0 എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെയാണല്ലോ പോയിൻ്റ്. അപ്പോൾ ഇവിടെ 3 0 വന്നതുകൊണ്ട് ഈ പോയിൻ്റ് 3 ഡിജിറ്റിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോകും. 1 2 3. അപ്പോൾ എവിടെ പോയിൻ്റ് വന്നു? 250 കഴിഞ്ഞിട്ട് പോയിൻ്റ് വന്നു. അതായത് 250 ആയി അല്ലേ? അതെ, 250 കഴിഞ്ഞിട്ടാണ് 0.0 വരുന്നത്. അപ്പോൾ 250.0 എന്ന് പറഞ്ഞാൽ എന്താണ്? 250 ആണ്. അങ്ങനെയാണ് ഇത് 250 ആയി മാറുന്നത്. ഇനി ഇതെങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. 0.1 അല്ലേ, അത് ഇവിടെ എഴുതാം. 0.1 എന്നിട്ട് കുറച്ച് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ 3 0 ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ പോയിൻ്റ് എന്ത് ചെയ്യണം? 3 ഡിജിറ്റിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോകണം. കാരണം ഇവിടെ 3 0 ആണുള്ളത്. അപ്പോൾ 3 ഡിജിറ്റിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോയിൻ്റ് പോകും. ഇവിടെയാണ് പോയിൻ്റ് ഉള്ളത്. 1 2 3. അപ്പം 100.0 വന്നു. അതെന്താണ്? 100. ഓക്കെ, അതിന് അടുത്തത് 0.125 ഇൻറ്റു 1000. ഇതെങ്ങനെയാണ് ചെയ്യുക? 0.125 എഴുതുക, കുറച്ച് 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 3 0 ആണല്ലോ. അപ്പോൾ ഈ പോയിൻ്റ് 3 ഡിജിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകണം. 1 2 3. അപ്പോൾ 125.0 വരും. അതെന്താണ്? 125 ആണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനി ആൻസർ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ പോയിൻ്റൊക്കെ മാറ്റി നമ്പേഴ്സാക്കി മാറ്റുകയാണ് ചെയ്തത് അല്ലേ? അങ്ങനെ നമ്മൾ 0.25ന് പകരം 250 ആക്കി. പിന്നെ ആക്കിയത് എന്താ? 100 ആക്കി, 125 ആക്കി. നമ്മുടെ ആൻസർ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. LCM ഓഫ് 250, 100, 125 ചെയ്യണം. നമുക്കിതിൻ്റെ LCM കണ്ടെത്താം. 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 50 വരും. 100 ഡിവൈഡഡ് ബൈ 5 20 ആണ്. 125 ഡിവൈഡഡ് ബൈ 5 25 കിട്ടും. ഇതിന് ഇനിയും നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 50 ഡിവൈഡഡ് ബൈ 5 10 കിട്ടും. 20 ഡിവൈഡഡ് ബൈ 5 4 കിട്ടും. 25 ഡിവൈഡഡ് ബൈ 5 5 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇനിയും 5 കൊണ്ട് ചെയ്യാം. 10 ഡിവൈഡഡ് ബൈ 5 2. 4 ഡിവൈഡഡ് ബൈ 5 ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് 4 അങ്ങനെ തന്നെ വെക്കുക. 5 ഡിവൈഡഡ് ബൈ 5 1 ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇതിനെ 2 കൊണ്ട് തന്നെ ചെയ്യാം. 2 ഡിവൈഡഡ് ബൈ 2 1. 4 ഡിവൈഡഡ് ബൈ 2 2 ആണ്. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് 1 അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, ഇനി നമുക്കിതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. LCM 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതിൻ്റെ ആൻസർ 500 കിട്ടും. അങ്ങനെ നമ്മൾ LCM കണ്ടെത്തി 500. പക്ഷെ നമുക്ക് 500 ഒന്നും അങ്ങനെ തന്നെ എഴുതാൻ കഴിയില്ല. ഈ 500നെ എന്താക്കി മാറ്റണം? ഇതുപോലെ ഡെസിമൽ പോയിൻ്റ് ഉള്ളതാക്കി മാറ്റണം അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്തത് ഒരു 1000നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്തത്.
ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 1000നെ ഡിവൈഡ് ചെയ്യണം. ഈ 500നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിച്ചേർത്ത ഈ 1000നെ ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, അതായത് 500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. 500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ, അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 കിട്ടും, അതായത് 0.5 കിട്ടും. അങ്ങനെ നമ്മൾ LCM കണ്ടെത്തി 0.5. അങ്ങനെ നമ്മൾ ഇന്ന് LCM പോർഷൻ കവർ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് HCF ഉസാഗ പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇന്ന് ചെയ്തതൊക്കെ മനസ്സിലായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. ക്വസ്റ്റ്യൻ 12, 15, 18 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. 12, 15, 18 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. നമുക്കിതിൻ്റെ ലസാഗു എങ്ങനെയാണ് കാണാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ നമ്പേഴ്സ് ഒന്ന് എഴുതാം. 12, 15, 18. ഓക്കെ, ഇനി നമുക്ക് ഈ 3 നമ്പേഴ്സിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഏതാ? 3 അല്ലേ? 12നെ കൊണ്ട് 3 പോകും, 15നെ കൊണ്ട് പോകും, 18ലും പോകും. ഇനി നമുക്ക് ഈ 12ൽ എത്ര 3 ഉണ്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് 12 എടുക്കാം. 12 ഡിവൈഡഡ് ബൈ 3 4 ആണ്. ഇനി 15 എടുക്കാം. 15 ഡിവൈഡഡ് ബൈ 3 5 ആണ്. അടുത്തത് 18 ആണ്. 18 ഡിവൈഡഡ് ബൈ 3 6 ആണ് അല്ലേ. ഇനി അടുത്തത് 2 എടുക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി 4 ഡിവൈഡഡ് ബൈ 2 ആണ്. 5 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടില്ല, അതുകൊണ്ട് ഈ 5നെ ഇവിടെ അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 6
ആണ് 6/2 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി പുറത്തുള്ളത് മാത്രം ഇവിടെ എഴുതാം. പുറത്തുള്ളത് ഏതൊക്കെയാണ്? 3 ഇവിടെ എഴുതി, ഇൻറ്റു 2 ഇൻറ്റു അടുത്തത് പുറത്തത് എന്താ? 2 ആണ്. 2 ഇൻറ്റു അടുത്തത് 5 ആണ്. 5 ഇൻറ്റു അടുത്തത് 3 ആണ്. ഓക്കെ, 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇത് ചെയ്താൽ നമുക്ക് 180 കിട്ടും. അങ്ങനെ നമ്മൾ ലസാഗു കണ്ടെത്തി. 180 ആണ് ഈ സംഖ്യകളുടെ ലസാഗു.